ഹായ് എവരിവൺ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MS വേർഡിലെ ടാബുകളെ കുറിച്ചിട്ടാണ്. അതിന് മുന്നേ എന്താണ് MS വേർഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് MS വേർഡ്? MS വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഏതാണ്? ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട് അല്ലേ? IT-യിൽ സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താ? എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസ്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ്? എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് വേർഡ്, എക്സൽ എല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. അപ്പോൾ MS വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് അലോസ് യൂസർ ടു ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്സ്. ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഏത് ഹെൽപ്പ് ചെയ്യുന്നത്? MS വേർഡ്. അതാണ് അവിടുത്തെ ആ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത്. അതാണ് വേർഡിൻ്റെ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. താഴെ പറയുന്നവയിൽ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഏത്? ഓപ്ഷൻ എ MS വേർഡ്, ഓപ്ഷൻ ബി എക്സൽ, ഓപ്ഷൻ സി പവർ പോയിന്റ്, ഓപ്ഷൻ ഡി നൺ. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? MS വേർഡ്. അപ്പോൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? MS വേർഡ്. ഈ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS വേർഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? .doc. ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS വേർഡ് എന്ന് പറയുന്നത് .doc ആണ്. എന്നാൽ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS വേർഡ് 2007 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? .docx. 2007 വർഷം വരുമ്പോൾ എന്തോ വരും? ലാസ്റ്റ് ഒരു എക്സും കൂടി വരും. എന്താണ് ഈ എക്സ് എന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് XML സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്താണ്? MS വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇത് അലോസ് യൂസർ ടു ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്സ്. ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS വേർഡ് 2007 എന്ന് പറയുന്നത് .docx ആണ്. ഏത്? .docx. എക്സ് എന്ന് പറയുന്നത് എന്താണ്? XML സ്റ്റാൻഡേർഡ്. അടുത്തത് ഇനി നമുക്ക് ടാബിലേക്ക് കിടക്കാം. There are 7 tabs in MS വേർഡ്. വേർഡിന് എത്ര ടാബുകളാണുള്ളത്? 7 ടാബ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് അവ? ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ് ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്. ഏതൊക്കെയാണ്? ഇതാണ് റിബൺ എന്ന് പറയുന്നത്. ഈ ഏരിയയാണ് റിബൺ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയാത്തത്. അപ്പോൾ ഇതാണ് റിബൺ. ഇതാണ് ടാബുകൾ. കണ്ടോ? ഇതാണ് ടാബ്. അങ്ങനെ എത്ര ടാബ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? 7 ടാബ്സ്. നമ്മൾ പറഞ്ഞത് 7 ടാബ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് അവ? ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ്സ് ടാബ്, റിവ്യൂ ടാബ് ആൻഡ് വ്യൂ ടാബ്. അങ്ങനെ ടോട്ടൽ 7 ടാബ്സ് ആണ് ഉള്ളത്. അതൊക്കെ ഏതൊക്കെയാണത്? ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ് ടാബ്, റിവ്യൂ ടാബ് ആൻഡ് വ്യൂ ടാബ്. ഈ ടാബുകളെല്ലാം തന്നെ അടുത്ത സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പുകളായിട്ടാണ്. എന്തായിട്ടാണ്? ഗ്രൂപ്പുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ there are 7 ടാബ്സ് ആണ് MS വേർഡിലുള്ളത്. ആ ടാബുകളെല്ലാം തന്നെ എന്തായിട്ട്? ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ടാബ് ഏതാണ്? ഹോം ടാബ്. ഈ ഹോം ടാബാണ് ഡിഫോൾട്ട് ടാബ് എന്നറിയപ്പെടുന്നത്. MS വേർഡിലെ ഡിഫോൾട്ട് ടാബ് എന്നറിയപ്പെടുന്നത് ഏത് ടാബാണ്? ഹോം ടാബാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. MS വേർഡിലെ ഡിഫോൾട്ട് ടാബ് ഏതെന്ന് ചോദിച്ചാൽ ഏത് ടാബാണ്? ഹോം ടാബാണ്. അപ്പോൾ ഹോം ടാബിനെ കുറിച്ച് നമുക്ക് അടുത്ത് നോക്കാം. ഹോം ടാബ് 5 ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഹോം ടാബ് കണ്ടെയ്ൻസ് 5 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ് അവ? ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്, സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ്. ഏതൊക്കെയാണ്? ക്ലിപ്ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം?
ക്ലിപ്പ് ബോർഡ് എഴുതുന്ന ബോർഡ് ഉണ്ടല്ലോ, ക്ലിപ്പ് ബോർഡ്. ആ ക്ലിപ്പ് ബോർഡിൽ ഫോണ്ട് എന്താ, അക്ഷരങ്ങൾ, ഫോണ്ട് എഴുതുവാണ്. എങ്ങനെ എഴുതുന്നു? അതിനെ പാരഗ്രാഫായിട്ട് എഴുതുന്നു. അത് നല്ല സ്റ്റൈലായിട്ട് തന്നെ നമ്മൾ പാരഗ്രാഫിൽ നല്ല സ്റ്റൈലായിട്ട് എഴുതുവാണ്. നമുക്ക് വേണമെങ്കിൽ അതിന് എഡിറ്റിങ്ങും ചെയ്യാം. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കണം? ഹോം ടാബ്. അതിൻ്റെ ഗ്രൂപ്പുകൾ നമ്മൾ എങ്ങനെയാണ് ഓർക്കുന്നത്? ബോർഡിൽ ഫോണ്ടുകൾ എഴുതുകയാണ്. എങ്ങനെ എഴുതുന്നു? പാരഗ്രാഫായിട്ട് എഴുതുന്നു. അത് നല്ല സ്റ്റൈലായിട്ട് തന്നെ എഴുതുന്നു. അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഹോം ടാബ് കണ്ടെയ്ൻസ് 5 ഗ്രൂപ്പ്സ്. നമ്മൾ നേരത്തെ ഏതാ പറഞ്ഞത്? 7 എന്ന് പറഞ്ഞത് അത് ടാബാണ്, തിരിഞ്ഞു പോകരുത്. ടാബ് 7, ഗ്രൂപ്പ് ഹോം ടാബിലെ ഗ്രൂപ്പുകൾ 5 അപ്പോൾ എന്താണ്? ടാബാണ് 7, ഗ്രൂപ്പ് 5. അതെങ്ങനെയാണ്? ക്ലിപ്പ് ബോർഡിൽ ഫോണ്ടുകൾ എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? പാരഗ്രാഫായിട്ട് എഴുതുന്നു. അത് നല്ല നല്ല സ്റ്റൈലായിട്ട് തന്നെ എഴുതുന്നു. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഹോം ടാബ് കണ്ടെയ്ൻസ് 5 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ്? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ്, സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ്. നോക്കാം, ഇതാ കിടക്കുന്നു. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്, സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ്. ഹോം ടാബാണ് ഒന്നാമത്തെ ടാബായ ഹോം ടാബ്. ഇതാണ് ഏത്? ഡിഫോൾട്ട് ടാബ് എന്നറിയപ്പെടുന്നത് ഹോം ടാബാണ്. അതിനെ 5 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലേക്ക് പോകാം. ഏതാണ്? ആദ്യത്തെ ടാബായ ഹോം ടാബിലെ ആദ്യത്തെ ഗ്രൂപ്പാണ് ഏത്? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്. ക്ലിപ്പ് ബോർഡ് ഈസ് എ ടെമ്പററി ഏരിയ വിച്ച് സ്റ്റോർസ് ദ കോപ്പീഡ് ഓർ കട്ട് ഐറ്റംസ് സച്ച് ആസ് ടെക്സ്റ്റ്, പിക്ചേഴ്സ്, ഷേപ്സ് എക്സെട്ര. എന്താണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്? ഒരു ടെമ്പററി ഏരിയയാണ്, ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണ്. ഏത്? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് എന്താണ്? കട്ട് ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്യുന്നതോ കോപ്പി ചെയ്യുന്നതോ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വന്ന് കിടക്കുന്നത് എവിടെയാണ്? ക്ലിപ്പ് ബോർഡിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഡോക്യുമെൻറ്റിൽ ഏതൊരു സാധനം കട്ട് ചെയ്താലും കോപ്പി ചെയ്താലും അത് എവിടെയാണ് പോകുന്നത്? ക്ലിപ്പ് ബോർഡിലോട്ടാണ് പോകുന്നത്. അത് ഏതാവാം? അത് ടെക്സ്റ്റ് ആവാം, പിക്ചർ ആവാം, ഷേപ്പ് ആവാം, ഏതായിക്കോട്ടെ, ഏതായിട്ടും ആയിക്കോട്ടെ. നമ്മൾ ഏതാണോ കട്ട് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്, അത് ടെക്സ്റ്റ് ആയാലും പിക്ചർ ആയാലും ഷേപ്സ് ആയാലും എല്ലാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ക്ലിപ്പ് ബോർഡിലോട്ടാണ് പോകുന്നത്. വി ക്യാൻ സ്റ്റോർ അപ് ടു 24 ഐറ്റംസ് ഇൻ ക്ലിപ്പ് ബോർഡ്. നമുക്കിതിൽ എത്ര ഐറ്റം വരെ സ്റ്റോർ ചെയ്യാം? 24. അപ്പോൾ ഈ ക്ലിപ്പ് ബോർഡിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 24 ആണ്. അത് ഓർത്തോളണം, ഒത്തിരി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്ലിപ്പ് ബോർഡിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. വൈൽ കോപ്പിയിങ് ദി 25th ഐറ്റം, ദ 25th ഐറ്റം റീപ്ലേസസ് ദ ഫസ്റ്റ് ഐറ്റം ഇൻ ക്ലിപ്പ് ബോർഡ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? വൈൽ കോപ്പി, നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 24 ഐറ്റം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ 25ാമത് നമ്മളൊരു കാര്യം കട്ട് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ എവിടെ വരുന്നത്? ക്ലിപ്പ് ബോർഡിൽ വരുന്നത്. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തു, കോപ്പി ചെയ്തു, അങ്ങനെ കുറേ ഐറ്റം വന്നു. അങ്ങനെ 24 ഐറ്റം ഇവിടെ ആയി എന്ന് വിചാരിക്കുക. 25ാമത്തെ ഐറ്റം വരുമ്പോൾ എന്തു പറ്റും? ഈ ഫസ്റ്റിലുള്ളത് എന്ത് ചെയ്യും? റീപ്ലേസ് ആവും. ആദ്യമായി നമ്മൾ കട്ട് ചെയ്ത സാധനം റീപ്ലേസ് ആവും. അപ്പോൾ വീണ്ടും എത്രയുണ്ട്? 24 ഉള്ളൂ. അങ്ങനെ നമ്മൾ പുതുതായി കട്ട് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്നതായിട്ടുള്ള ഐറ്റം പുതുതായി വരുമ്പോൾ ആദ്യത്തെ ഐറ്റം പോകും, റീപ്ലേസ് ആവുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എപ്പോഴും എത്ര ഐറ്റത്തിൽ നിൽക്കും? 24 ഐറ്റത്തിൽ നിൽക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 24 ആണ് എന്ന് പറഞ്ഞത്. അതായത് 25ാമത്തെ ഒരു ഐറ്റം നമ്മൾ കട്ട് ചെയ്യോ കോപ്പിയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ കോപ്പി ചെയ്ത അല്ലെങ്കിൽ കട്ട് ചെയ്ത സാധനം എന്താവും? റീപ്ലേസ് ആവും. മെത്തേഡ് ഓഫ് ആക്സസിങ് ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിൻ. അതായത് നമ്മൾ ക്ലിപ്പ് ബോർഡ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+C ടോയ്സ് ആണ്. എന്താണ്? Ctrl+C ടോയ്സ്. 2 പ്രാവശ്യം Ctrl+C ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിൻ കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ക്ലിപ്പ് ബോർഡ് പറഞ്ഞത്? ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 24 ഐറ്റം. അപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 24 ഐറ്റം. ഇത് ആക്സസ് ചെയ്യാനുള്ള ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിൻ ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+C ടോയ്സ്. എന്താണ്? Ctrl+C ടോയ്സ്. ക്ലിക്ക് ഓൺ ദി ലോഞ്ചർ ബോക്സ് പ്രൊവൈഡഡ് ഓൺ ദി ലോവർ റൈറ്റ് കോർണർ ഓഫ് ദി ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്. ലോവർ റൈറ്റ് കോർണർ. ഇത് പറയാൻ കാര്യം വേറെ എക്സാംസിന് നമ്മൾ ഇതൊക്കെ പ്ലേസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്ലേസ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് കാണുന്നത്? ലോവർ റൈറ്റ് കോർണറിൽ. ഇതാണ് എന്താണ്? ലോഞ്ചർ ബോക്സ്. ക്ലിപ്പ് ബോർഡിൻ്റെ ലോഞ്ചർ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. അത് ലോവർ റൈറ്റ് കോർണറിലല്ലേ?
ക്ലിപ്പ് ബോർഡിൻ്റെ ലോവർ റൈറ്റ് കോർണറിൽ കാണപ്പെടുന്ന ലോഞ്ചർ ബോക്സ് ആണ് ഇത്. വി ഹാവ് 2 ബട്ടൺസ് ഇൻ ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിൻ. ഈ ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിനിൽ എത്ര ബട്ടൺസ് ആണുള്ളത്? 2. നമ്മൾ ആ ലോഞ്ചർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിൻ കിട്ടുന്നു. അപ്പോൾ അതിൽ എത്ര ബട്ടൺസ് ആണുള്ളത്? 2 ബട്ടൺസ് ആണുള്ളത്. ഏതൊക്കെയാണത്? പേസ്റ്റ് ഓളും ക്ലിയർ ആളും. ഏതൊക്കെയാണ്? പേസ്റ്റ് ഓൾ, ക്ലിയർ ആൾ. ഓർത്ത് വയ്ക്കുക, നമ്മൾ ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിനിൽ നമുക്ക് ലഭിക്കുന്ന ബട്ടൺസ്, എത്ര ബട്ടൺസ് ആണുള്ളത്? 2 ബട്ടൺസ് ആണുള്ളത്. ആ 2 ബട്ടൺസ് ആണ് ഏതൊക്കെ? പേസ്റ്റ് ഓളും ക്ലിയർ ഓളും. ഏതൊക്കെയാണ്? പേസ്റ്റ് ഓൾ, ക്ലിയർ ഓൾ. പേര് കണക്ക് തന്നെ പേസ്റ്റ് ഓൾ. ടു പേസ്റ്റ് ഓൾ ഐറ്റംസ് ഇൻ ക്ലിപ്പ് ബോർഡ് അറ്റ് എ സിംഗിൾ ക്ലിക്ക്. പേസ്റ്റ് ചെയ്യാനായിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മൾ എടുത്തതെല്ലാം കട്ട് ചെയ്തതോ കോപ്പി ചെയ്തിട്ടോ ആയിട്ട് ഐറ്റംസിനെ എല്ലാം നമുക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്? പേസ്റ്റ് ഓൾ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലിയർ ഓൾ എന്തിനായിരിക്കും? പേര് തന്നെയുണ്ട്, ടു റിമൂവ് ഓൾ ഐറ്റംസ് ഇൻ ക്ലിപ്പ് ബോർഡ് അറ്റ് എ സിംഗിൾ ക്ലിക്ക്. ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തതോ കോപ്പി ചെയ്തിട്ടുള്ള ഐറ്റംസിനെ എല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ക്ലിയർ ഓൾ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ പിക്ചറിൽ നോക്കുക, 2 ബട്ടൺസ്. ഏതൊക്കെ ബട്ടൺസ്? പേസ്റ്റ് ഓള്, ക്ലിയർ ഓള്. ഇതാണ് ആ 2 ബട്ടൺസ് എന്ന് പറയുന്നത്, പേസ്റ്റ് ഓളും ക്ലിയർ ഓളും. ഇതിൽ പേസ്റ്റ് ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓൾ ഐറ്റംസിനെ പേസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. എന്നാൽ ക്ലിയർ ഓൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം റിമൂവ് ആയി പോകുന്നു. അതായത് നമ്മൾ ക്ലിപ്പ് ബോർഡ് നമ്മൾ എന്ത് കട്ട് ചെയ്താലും കോപ്പി ചെയ്താലും എന്താ വരുന്നത്? എവിടെയാണ്? ഇവിടെ ഇങ്ങനെ വരും. നമ്മൾ കട്ട് ചെയ്യുന്നതും കോപ്പി ആയിട്ട് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ പേസ്റ്റ് ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് പേസ്റ്റ് ചെയ്യാനും പറ്റും. ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്തായി പോകും? റീപ്ലേസ് ആയി പോകും, അല്ലെങ്കിൽ റിമൂവ് ആയി പോകും. വി ഹാവ് 4 ബട്ടൺസ് ഇൻ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ എത്ര ബട്ടൺസ് ആണുള്ളത്? 4 ബട്ടൺസ് ആണുള്ളത്. 4 ബട്ടൺസ്. ഏതൊക്കെയാണ്? കട്ട്, കോപ്പി, പേസ്റ്റ് ആൻഡ് ഫോർമാറ്റ് പെയിൻറ്റർ. ഏതൊക്കെയാണ്? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. ഒന്നും കൂടെ, കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. അപ്പോൾ നമ്മൾ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിനെ കുറിച്ച് ഒന്നും കൂടി നോക്കാം. നമുക്ക് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്. നമുക്ക് അതിന് എത്ര ഐറ്റം വരെ നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും? 24 ഐറ്റംസ് ആണ് അതിൻ്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൽ 25th ഐറ്റം വരുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തതോ കോപ്പി ചെയ്തോ ആയിട്ടുള്ള ഐറ്റം, ഈ ക്ലിപ്പ് ബോർഡിൽ നമ്മൾ കട്ട് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്നതുമായിട്ടുള്ള ഐറ്റം ആണല്ലോ ക്ലിപ്പ് ബോർഡിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കോപ്പി ചെയ്തത് അല്ലെങ്കിൽ ആദ്യം കട്ട് ചെയ്ത ഐറ്റം എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ആവുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴും 24 ഐറ്റത്തിൽ തന്നെ ഇതിങ്ങനെ നിൽക്കുന്നു. ഈ ക്ലിപ്പ് ബോർഡ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്? Ctrl+C ടോയ്സ്. എന്താണ്? Ctrl+C ടോയ്സ്. പിന്നെ പറഞ്ഞത് ലോഞ്ചർ ബോക്സിനെ കുറിച്ചാണ്. ഇതാണ് ലോഞ്ചർ ബോക്സ്. ഇത് എവിടെയാണ് ഇതിൻ്റെ പ്ലേസ്? ലോവർ ക്ലിപ്പ് ബോർഡിൻ്റെ ലോവർ റൈറ്റ് കോർണറിലാണ് ഈ ലോഞ്ചർ ബോക്സ് ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൽ 4 ബട്ടൺസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെ? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. ഏതൊക്കെയാണ്? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. പിന്നെ എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? പിന്നെ വി ഹാവ് 2 ബട്ടൺസ് ഇൻ ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിൻ. ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിനിൽ എന്താണ്? 2 ബട്ടൺസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? പേസ്റ്റ് ഓളും ക്ലിയർ ആളും. പേസ്റ്റ് ഓള്, ക്ലിയർ ആള്. നമ്മൾ ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിനിൽ 2 ബട്ടൺസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പേസ്റ്റ് ഓളും ക്ലിയർ ഓളും. പിന്നെ പറഞ്ഞത് 4 ബട്ടൺസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടാബ് ഇൻ MS വേർഡ് 2007? ഏതൊക്കെ? ഓപ്ഷൻ എ ഹോം ടാബ്, ഓപ്ഷൻ ബി ഇൻസേർട്ട് ടാബ്, ഓപ്ഷൻ സി മെയിലിംഗ് ടാബ്, ഓപ്ഷൻ ഡി ഫയൽ ടാബ്. നമ്മൾ ആദ്യം പഠിച്ചതിലോട്ട് പോകണം. നമ്മൾ പറഞ്ഞു നമ്മൾ എത്ര ടാബ് ഉണ്ടെന്ന് പറഞ്ഞു? 7 ടാബ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ടാബുകളെല്ലാം നമ്മൾ നോക്കിയതാണ്. ഏതൊക്കെയാണ്? ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ് ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്. അങ്ങനെ 7 ടാബുകളുണ്ട്. ഈ 7 ടാബ് പഠിച്ചിരുന്നാൽ മാത്രമേ ഇതിലല്ലാതെ ഒന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നോക്കുക, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, മെയിലിംഗ് ടാബ്, ഫയൽ ടാബ് എന്നുള്ളൊരു ടാബ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? ഫയൽ ടാബ്. അപ്പോൾ ഫോളോയിങ് ഈസ് നോട്ട് എ ടാബ്. MS വേർഡിൽ ടാബ് അല്ലാത്തതേത്? അത് ശ്രദ്ധിച്ചോണം. ആണതല്ല, അല്ലാത്തതേത്? ഈ നോട്ട് അതൊക്കെ ശ്രദ്ധിച്ചോണം. What is the maximum number of items that can be stored in the clipboard of Microsoft Word 2007? Option A 10 item, Option B 20 item, Option C 24 items, Option D 30 items. എന്താണ് ഈ ക്വസ്റ്റ്യൻ?
മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 24 ഐറ്റം. നമ്മൾ പറഞ്ഞു ക്ലിപ്പ് ബോർഡിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 24 ഐറ്റം ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത്, വിച്ച് ബട്ടൺ ഇൻ ദ ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിൻ അലൗസ് യു ടു ക്ലിയർ ഓൾ ഐറ്റംസ് അറ്റ് ഓൺസ്? ഏതാണ്? വിച്ച് ബട്ടൺ ഇൻ ദ ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിൻ അലൗസ് യു ടു ക്ലിയർ ഓൾ ഐറ്റംസ്? നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലിപ്പ് ബോർഡ് ടാസ്ക് പെയിനിൽ എത്ര ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു? 2 ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? പേസ്റ്റ് ഓളും ക്ലിയർ ഓളും. അതിൽ ഇപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ക്ലിയർ ഓൾ, എല്ലാം ക്ലിയർ ചെയ്യാനുള്ള, അറ്റ് ഓൺസ്, ഒറ്റ പ്രാവശ്യം തന്നെ എല്ലാം ക്ലിയർ ചെയ്യാനുള്ളത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്ലിയർ ഓൾ. ഓക്കെ. നെക്സ്റ്റ്, ഹൗ മെനി ടോട്ടൽ ടാബ്സ് ആർ ദെയർ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ആൻഡ് വിച്ച് ടാബ് കണ്ടെയ്ൻസ് ദ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്? ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ടോട്ടൽ ടാബ്സ് ആർ ദെയർ ഇൻ MS വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ടാബ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ടാബാണുള്ളത്? 7 ടാബാണ് ഉള്ളത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ആൻഡ് വിച്ച് ടാബ് കണ്ടെയ്ൻസ് ദ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്? ഇതിൽ ഏത് ടാബാണ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ഏതായിരുന്നു? 7 ടാബ്സ്, ഹോം ടാബ്. അപ്പോൾ എത്ര ടാബുകളാണ് ഉള്ളത്? 7 ടാബുണ്ട്. അതിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് എവിടെയാണുള്ളത്? ഹോം ടാബിലാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആ ബട്ടൺസ്, 4 ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലോട്ട് കിടക്കാം. ഏതൊക്കെയാണ് ആ 4 ബട്ടൺ? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. ക്ലിപ്പ് ബോർഡിലുള്ള 4 ബട്ടൺസ് ആണ് ഏതൊക്കെ? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. അതിൽ ഒന്നാമത്തെ ഐറ്റമായ കട്ട് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. കട്ട് ദ സെലക്റ്റഡ് കണ്ടന്റ് ഫ്രം ദി ഡോക്യുമെന്റ്. നമുക്ക് ഡോക്യുമെന്റിൽ നിന്ന് എന്താണ് കണ്ടന്റ് കട്ട് ചെയ്യാൻ പറ്റും. While cutting, the selected content disappears from the document and stores in the office clipboard. എന്താണ് കട്ട്? നമ്മളൊരു ഐറ്റം, നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റിലുള്ള എന്തെങ്കിലും ഐറ്റം, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ, നമുക്ക് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഇത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഈ ഡോക്യുമെന്റിൽ നമുക്ക് ക്ലിപ്പ് ബോർഡിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് വേറൊരു സ്ഥലത്ത് എന്ത് വേണം? ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന വാക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്താലും, അതായത് കട്ട് ചെയ്യുമ്പോഴോ കോപ്പി ചെയ്യുമ്പോഴോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്താണോ കട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണോ കോപ്പി ചെയ്യാൻ പോകുന്നത് ആ ഐറ്റം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിപ്പ് ബോർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കട്ട് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് എന്തായി പോകും? റീപ്ലേസ് ആയി പോകും. എന്നിട്ട് അത് എവിടെയാണ് പോകുന്നത്? നമ്മളെ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലോട്ട് പോകുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ കട്ട് എന്ന് പറയുന്നത് വൈൽ കട്ടിങ് ദ സെലക്റ്റഡ് കണ്ടന്റ്സ് ഡിസപ്പിയർ ഫ്രം ദി ഡോക്യുമെന്റ്. ഡോക്യുമെന്റിൽ നിന്ന് ഡിസപ്പിയർ ആവുകയും ആൻഡ് ഓഫീസ് ക്ലിപ്പ് ബോർഡിലോട്ട് അത് വരികയും ചെയ്യുന്നു. ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലാണ് കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. എവിടെയാണ്? ഹോം ടാബ്. ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ ആണ് ഏത് ഓപ്ഷൻ ഉള്ളത്? കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ കട്ട്. ഇതെല്ലാം പറയാൻ കാര്യം, ഇതെല്ലാം പഠിച്ചിരിക്കണം. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അടുത്തത്, ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+X ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് എന്താണ്? Ctrl+X. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ പിക്ചർ ഒന്ന് നോക്കി വെച്ചോളണം. കട്ടിൻ്റെ അതെന്താ? സിസേഴ്സിൻ്റെയാണ് സിമ്പൽ വന്നിരിക്കുന്നത്. കട്ടിൻ്റെ സിമ്പൽ ഏതാണ്? സിസേഴ്സ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം എടുത്ത് കട്ട് ചെയ്യുന്നു, പിന്നെ ആ ഐറ്റം ഉണ്ടോ? അതുപോലെ തന്നെയാണ് ഇവിടെയും. കട്ട് എന്താണ്? കട്ട് ചെയ്തു, പിന്നെ അവിടെ ആ ഭാഗത്തില്ല. പിന്നെ നമ്മൾ എവിടെയാണോ പേസ്റ്റ് ചെയ്യുന്നത് അവിടെയേ ഉള്ളൂ. അപ്പോൾ കട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എവിടെയാണോ ഡോക്യുമെൻറ്റിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇല്ല. പിന്നെ എവിടെ? അത് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലോട്ട് പോകുന്നു. While cutting, the selected content disappears from the document and stores in the office clipboard. പിന്നെ അത് എവിടെയാണുള്ളത്? ഓഫീസ് ക്ലിപ്പ് ബോർഡിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? Ctrl+X is the shortcut key of. Ctrl+X എന്ന് പറയുന്നത് ഏതിൻ്റെ ഷോർട്ട് കട്ടാണ്? ഏതിൻ്റെ? കട്ടിൻ്റെ. അപ്പോൾ Ctrl+X എന്ന് പറയുന്നത് ഏതിൻ്റെ? കട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അത് തന്നെയാണ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. അതുപോലെ അതിൽ നിന്നുള്ള എല്ലാം നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അടുത്ത രണ്ടാമത്തെ ബട്ടണാണ് ഏത്? കോപ്പി. ഇത് കോപ്പി. നമ്മളൊരു ഐറ്റം കോപ്പി ദ സെലക്റ്റഡ് കണ്ടൻസ് ഫ്രം ദ ഡോക്യുമെൻറ്റ്. നമ്മളൊരു ഡോക്യുമെൻറ്റിൽ നിന്ന് കോപ്പി ചെയ്യുമ്പോൾ
വൈൽ കോപ്പിയിങ് ദ സെലക്റ്റഡ് കണ്ടന്റ് സ്റ്റോർസ് ഇൻ ദി ഓഫീസ് ക്ലിപ്പ് ബോർഡ്. നമ്മൾ നേരത്തെ കട്ടിൽ എന്താണ് പറഞ്ഞത്? കട്ടിലാണെങ്കിൽ നമ്മൾ ഡോക്യുമെന്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്താൽ പിന്നെ അത് ആ ഡോക്യുമെന്റിൽ ഇല്ല. എന്നാൽ കോപ്പിയുടെ അതെന്താണ്? കോപ്പി ആണെങ്കിൽ നമ്മൾ ഒരു ഐറ്റം ക്ലിപ്പ് ബോർഡിൽ നിന്ന് തന്നെ എടുക്കാം, നമ്മൾ അതിനെ സെലക്ട് ചെയ്തു, കോപ്പി എടുക്കുകയാണെങ്കിൽ അത് എവിടെയെല്ലാം കാണും? അത് ബോത്ത് ഡോക്യുമെന്റിലും കാണും, ക്ലിപ്പ് ബോർഡിലോട്ടും പോകും. രണ്ടിടത്തും ഒരുപോലെ. നമ്മൾ സ്കൂളിൽ തന്നെ നമ്മൾ തന്നെ പഠിക്കുമ്പോൾ നമ്മളൊരു ബുക്കിൽ നിന്ന് കോപ്പി ചെയ്യുന്നു. നമ്മളെ ബുക്കിലുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വേറൊരു ബുക്കിലോട്ട് കോപ്പി ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടുത്തത്. കട്ട് ചെയ്യുമ്പോൾ സിസേഴ്സ് ആലോചിക്കുക, കട്ട് ചെയ്ത് പോകുന്നു. പക്ഷേ കോപ്പി ആണെങ്കിലോ നമ്മൾ ഒരു ഐറ്റം വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, കോപ്പി ചെയ്യുകയാണ് അതിനെ. അപ്പോൾ ഇതെങ്ങനെയാണ്? ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ കോപ്പി. നേരത്തെ നമ്മൾ പറഞ്ഞ കണക്കിനെ കട്ടിൻ്റെ ഭാഗത്ത് പറഞ്ഞ കണക്കിനെയാണ് ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ കോപ്പി. ഇത് ആക്സസ് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്? Ctrl+C. കോപ്പിയുടെ ആദ്യത്തെ C, Ctrl+C. അപ്പോൾ കട്ട് എന്തായിരുന്നു? Ctrl+Xും. കോപ്പി ആണെങ്കിൽ കോപ്പിയുടെ ആദ്യത്തെ അക്ഷരം C, Ctrl+C. ഇനി ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ടു കോപ്പി സെലക്റ്റഡ് കണ്ടന്റ് യൂസിങ് ദ റിബൺ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2007? വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ടു കോപ്പി സെലക്റ്റഡ് കണ്ടന്റ്? ഏതാണ്? ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ കോപ്പി. ഇതല്ല, ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ കോപ്പി. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what happens to the selected content in a document when you use the copy function in Microsoft Word 2007? Option A, it is removed from the document and stored in the clipboard. Option B, it is stored in the clipboard without disappearing from the document. Option C, it is duplicated within the document. And option D, it is only highlighted for editing. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ക്ലിപ്പ് ബോർഡ് വിത്തൗട്ട് ഡിസപ്പിയറിംഗ് ഫ്രം ദ ഡോക്യുമെന്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? എന്താണ് സംഭവിക്കുന്നത് ഡോക്യുമെന്റിന്? നമ്മൾ ഒരു ഐറ്റത്തിന് കോപ്പി കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ക്ലിപ്പ് ബോർഡ്. ക്ലിപ്പ് ബോർഡിൽ സ്റ്റോർ ആവുന്നു വിത്തൗട്ട് ഡിസപ്പിയറിംഗ് ഫ്രം ദ ഡോക്യുമെന്റിൽ. ഡോക്യുമെന്റിൽ നിന്ന് ഡിസപ്പിയർ ആവാതെ തന്നെ ക്ലിപ്പ് ബോർഡിൽ എന്താവുന്നു? സ്റ്റോർ ആവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഡോക്യുമെന്റിൽ നിന്ന് ഡിസപ്പിയർ ആവുന്നില്ല. അതുപോലെ എവിടെ ആവുന്നു? ക്ലിപ്പ് ബോർഡിലും വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു കോപ്പി ദ സെലക്റ്റഡ് കണ്ടന്റ് ടു ദ ക്ലിപ്പ് ബോർഡ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2007? ഓപ്ഷൻ എ, Ctrl+X. ഓപ്ഷൻ ബി, Ctrl+V. ഓപ്ഷൻ സി, Ctrl+C. ആൻഡ് ഓപ്ഷൻ ഡി, Ctrl+Z. എന്താണ്? Ctrl+C. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കോപ്പി ചെയ്യാൻ, സെലക്റ്റഡ് കണ്ടന്റ് കോപ്പി ചെയ്യാൻ ഇതിൽ ഏതാണ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോന്നാണ്? Ctrl+C. ഓപ്ഷൻ സി. അടുത്ത മൂന്നാമത്തെ ബട്ടണായ പേസ്റ്റ് ബട്ടൺ, കട്ട്, കോപ്പി, പേസ്റ്റ്. മൂന്നാമത്തെ ബട്ടണായ പേസ്റ്റ്. ഈ പേസ്റ്റ് ഓപ്ഷൻ എന്താണ്? പേസ്റ്റ് ദ കട്ട് ഓർ കോപ്പീഡ് കണ്ടന്റ് ടു ദ ഡോക്യുമെന്റ് ഫ്രം ക്ലിപ്പ് ബോർഡ്. പേസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേസ്റ്റ് ദ കട്ട് ഓർ കോപ്പീഡ് കണ്ടന്റ്, നമ്മൾ കട്ട് ചെയ്യുന്നതോ കോപ്പി ചെയ്യുന്നതോ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? പേസ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പേസ്റ്റ് എന്തിനാണ്? പേസ്റ്റ് ദ കട്ട് ഓർ കോപ്പീഡ് കണ്ടന്റ് ടു ദ ഡോക്യുമെന്റ് ഫ്രം ക്ലിപ്പ് ബോർഡ്. ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തതോ കോപ്പി ചെയ്തോ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് പേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്? പേസ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ പേസ്റ്റ്. എങ്ങനെയാണ്? ഹോം ടാബിൽ നമ്മൾ നേരത്തെ കട്ടും കോപ്പിയും പറഞ്ഞ അതുപോലെ തന്നെയാണ്. ഏത് ഹോം ടാബ്, ഏത് ഗ്രൂപ്പാണ്? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, അതിൽ പേസ്റ്റ് ഓപ്ഷൻ. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+V ആണ്. ഏത്? പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+V ആണ്. വി, പേസ്റ്റ് ആദ്യത്തെ പി എഴുതരുത്, ഇവിടെ Ctrl+V ആണ് പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ പേസ്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു ഓപ്ഷനാണ് ഏത്? പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. പേസ്റ്റിൻ്റെ ആ ബട്ടൺസിൽ വരുന്നതല്ല. ബട്ടൺസ് ഏതൊക്കെയാണ്? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. ഇത് 4 അവിടുത്തെ ബട്ടൺസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ പേസ്റ്റിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു ഐറ്റമാണ് ഏത്? പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അത് എവിടെയാണുള്ളത്? പേസ്റ്റിലാണ് പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഷോർട്ട് കട്ട് ടു ആക്സസ് പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സ്. നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt+Ctrl+V. എന്താണ്?
ഓൾട്ട് കൺട്രോൾ വി. നമ്മൾ പേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതായിരുന്നു ഉപയോഗിച്ചത്? Ctrl+V ആയിരുന്നു നമ്മൾ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. അതിൻ്റെ കൂടെ പേസ്റ്റ് സ്പെഷ്യൽ ആകുമ്പോൾ സ്പെഷ്യൽ ഒന്നും കൂടി, അപ്പോൾ ഒന്നും കൂടി അധികമുണ്ട്. ഏതാണ്? ഓൾട്ട്. ആ ഓൾട്ടും കൂടെ അധികം വന്നു. അപ്പോൾ ഓൾട്ട് കൺട്രോൾ വി ആണ് ഏത്? പേസ്റ്റ് സ്പെഷ്യൽ. Paste special option is used to paste an item from the clipboard with custom formatting. ഇങ്ങനെ തന്നെ ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. Paste special option is used to paste an item from the clipboard with കസ്റ്റം ഫോർമാറ്റിംഗ്. കസ്റ്റം ഫോർമാറ്റിങ്ങിലൂടെ നമുക്ക് എന്താണ് പേസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പേസ്റ്റ് സ്പെഷ്യൽ. അപ്പോൾ എന്താണ് പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് പേസ്റ്റ് സ്പെഷ്യൽ? ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തതോ കോപ്പി ചെയ്തതോ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ എവിടെയെങ്കിലും കട്ട് ചെയ്തു, ഒരു ഐറ്റം കട്ട് ചെയ്തു അല്ലെങ്കിൽ കോപ്പി ചെയ്തു, അത് നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? Ctrl+V കൊടുത്താൽ മതി, അത് അവിടെ പേസ്റ്റ് ആയിക്കോളും. എന്നാൽ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിലൊരു സ്പെഷ്യൽ ഉണ്ട്. എന്താണ് ആ സ്പെഷ്യൽ? അത് എങ്ങനെയൊക്കെ മാറ്റാം? ഫോർമാറ്റഡ് ടെക്സ്റ്റിലായിട്ടോ അല്ലെങ്കിൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പിക്ചർ ഫോർമാറ്റിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ എന്താണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുന്നു, അത് കട്ട് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാം, ഏതാണെങ്കിലും അത് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പേസ്റ്റ് ചെയ്യാം. പക്ഷേ പേസ്റ്റ് സ്പെഷ്യൽ ആണെങ്കിൽ എന്താണ്? പേസ്റ്റ് സ്പെഷ്യൽ ആണെങ്കിൽ നമുക്കതിന് ആ ടെക്സ്റ്റിന് നമ്മൾ ഇപ്പോൾ നോക്കിക്കോ, ഫോർ എക്സാമ്പിൾ നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ എന്ന് പറയുന്ന ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ആ ഒരു കട്ട് ചെയ്യണതിനും കോപ്പി ചെയ്യണതിനും മുമ്പ് നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് ഉണ്ടല്ലോ, സെലക്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ എന്ന് പറയുന്ന ഇത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്തു അല്ലെങ്കിൽ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇത് ഇതുപോലെ ഇവിടെ വരും. എവിടെയാണോ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റം അതുപോലെ വരും. എന്നാൽ പേസ്റ്റ് സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ? ഫോർമാറ്റഡ് ടെക്സ്റ്റ് രൂപത്തിലോ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ പിക്ചർ ഫോർമാറ്റിലോ, അങ്ങനെ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ആ രീതിയിലെല്ലാം നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ ഇത് നമുക്ക് വേണമെങ്കിൽ ബോൾഡ് ചെയ്യാം. ലെറ്റേഴ്സിനെ ബോൾഡ് ചെയ്യുമ്പോൾ ബോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം, ഇറ്റാലിക്സിലാക്കാം. അങ്ങനെ നമ്മൾ ഈ ടെക്സ്റ്റിനെല്ലാം ഓരോ ഫോർമാറ്റ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമാറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഓപ്ഷൻ ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത ഐറ്റംസ്, അതായത് ബോൾഡ് ചെയ്തും ഇറ്റാലിക്സ് കൊടുത്തും അണ്ടർലൈൻ കൊടുത്തും പിന്നെ അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റി എന്ത് ചെയ്താലും, ആ വാക്കിലോ നമ്മൾ കട്ട് ചെയ്ത ആ ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് അതുപോലെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ, അതേ ഫോർമാറ്റിലൂടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്? ഫോർമാറ്റഡ് ടെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് നമുക്ക് ഈ ഫോർമാറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ എന്താണ് സെലക്ട് ചെയ്തത് ആ ഫോണ്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്? അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഫോർമാറ്റ് ആണെങ്കിൽ എങ്ങനെ? നമുക്ക് ഇതിൽ നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ചെയ്തിട്ടുള്ള എല്ലാ ഫോർമാറ്റിങ്ങും അതുപോലെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് ഇതിൽ ഒരു ഫോർമാറ്റിംഗ്, നമ്മൾ ചെയ്ത ഫോർമാറ്റിംഗ് ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ഒരു ലെറ്റർ മാത്രം മതി അല്ലെങ്കിൽ ആ കോപ്പി ചെയ്ത ഐറ്റം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്? അൺഫോർമാറ്റഡ് ടെക്സ്റ്റ്. പിന്നെ പിക്ചർ ഫോർമാറ്റിൽ വേണമെങ്കിൽ പിക്ചർ സ്റ്റൈലിലേക്ക് നമുക്കിത് മാറ്റാം. അങ്ങനെ നമുക്കൊരു സ്പെഷ്യലായിട്ട് നമുക്ക് ഇതിനെല്ലാം പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ രീതിയിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് പേസ്റ്റ് സ്പെഷ്യൽ. വാട്ടർ അതോറിറ്റിക്ക് ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. വിച്ച് ഫീച്ചർ ഹെൽപ്സ് യു ടു ഇൻസേർട്ട് ദ കണ്ടൻസ് ഓഫ് ദ ക്ലിപ്ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്? ഒരു ഫോർമാറ്റിങ്ങും ഇല്ലാതെ നമുക്ക് കണ്ടന്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഏതാണ്? പേസ്റ്റ് സ്പെഷ്യൽ. ഓക്കെ, എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എന്താണ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത്? നമുക്ക് ഫോർമാറ്റ് ചെയ്ത ടെക്സ്റ്റോ അല്ലെങ്കിൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റോ അല്ലെങ്കിൽ പിക്ചർ ഫോർമാറ്റിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്ത ഐറ്റത്തിനെ അല്ലെങ്കിൽ കട്ട് ചെയ്ത ഐറ്റത്തിനെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏത്? പേസ്റ്റ് സ്പെഷ്യൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the correct sequence to access the regular paste function using the ribbon in Microsoft Word 2007? Option A, Home tab, Clipboard group, Cut. Option B, Home tab, Clipboard group, Paste. Option C, Insert tab, Clipboard group, Paste. And Option D, View tab, Clipboard group, Paste. ഇത് ഏതാണ്? ഹോം ടാബിൽ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്. എന്താണ്? വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ടു ആക്സസ് റെഗുലർ പേസ്റ്റ് ഫംഗ്ഷൻ? പേസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോം ടാബിൽ ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ ഏത്? പേസ്റ്റ്. ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാനുള്ളത് പേസ്റ്റ് അല്ലേ, അതുകൊണ്ട് പേസ്റ്റ്.
Next question. Which keyboard shortcut is commonly used for pasting content from the clipboard into a document in Microsoft Word 2007? എന്താണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ? ഏതിൻ്റെ? പേസ്റ്റിംഗ് കണ്ടൻറ്റ് ഫ്രം ദ ക്ലിപ്ബോർഡിൽ നിന്ന് കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? Ctrl+V. നമ്മൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? Ctrl+V. എന്നാൽ പേസ്റ്റ് സ്പെഷ്യൽ ആണെങ്കിലോ ഇതിൻ്റെ കൂടെ എന്തും കൂടെ വരും? ഒരു ഓൾട്ടും കൂടി വരും. അപ്പോൾ എന്തോ ആവും? പേസ്റ്റ് സ്പെഷ്യൽ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് കീ കോമ്പിനേഷൻ ടു ഓപ്പൺ ദ പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സ്? നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സിൻ്റെ എന്താണ് ഷോർട്ട് കട്ട് കീ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓൾട്ട് Ctrl+C ആൻഡ് ഓപ്ഷൻ ബി ഓൾട്ട് Ctrl+V, ഓപ്ഷൻ സി ഓൾട്ട് Ctrl+P, ഓപ്ഷൻ ഡി ഓൾട്ട് Ctrl+S. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓൾട്ട് Ctrl+V. ഓപ്ഷൻ ബി ആണ്. ഓൾട്ട് Ctrl+V. അടുത്ത നെക്സ്റ്റ് ബട്ടൺ നമ്മൾ പറഞ്ഞു കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. അങ്ങനെ 4ാമത്തെ ബട്ടൺ ആണ് ഏത്? ഫോർമാറ്റ് പെയിൻറ്റർ. എന്താണ് ഫോർമാറ്റ് പെയിൻറ്റർ? കോപ്പീസ് ദ സെലക്റ്റഡ് കണ്ടൻസ് ഫോർമാറ്റിംഗ് ഫ്രം ദ ഡോക്യുമെന്റ്. എന്താണ് സഹായിക്കുന്നത്? സെലക്റ്റഡ് കണ്ടൻസിന്റെ ഫോർമാറ്റിംഗ് കോപ്പി ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുന്നത്. കോപ്പീസ് ദ സെലക്റ്റഡ് കണ്ടൻസ് ഫോർമാറ്റിംഗ് ഫ്രം ദി ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ ആ എന്താണ് ഫോർമാറ്റിംഗ്സ് നമുക്ക് കോപ്പി ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഹോം ടാബിൽ ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ ഫോർമാറ്റ് പെയിൻറ്റർ. അതെവിടെ നിന്നാണ്? ഹോം ടാബിൽ. ഓക്കെ, ഹോം ടാബിൽ ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ ഏത്? ഫോർമാറ്റ് പെയിൻറ്റർ. ഫോർമാറ്റ് പെയിൻറ്റർ ലുക്സ് ലൈക്ക് എ പെയിൻറ്റ് ബ്രഷ്. ഇതൊക്കെ നോക്കി വെച്ചോളണം. അപ്പോൾ ഫോർമാറ്റ് പെയിൻറ്റർ ബട്ടൺ ലുക്സ് ലൈക്ക് എ പെയിൻറ്റ് ബ്രഷ്. നോക്കിക്കേ, ഫോർമാറ്റ് പെയിൻറ്റർ കണ്ടോ? പെയിൻറ്റ് ബ്രഷിൻ്റെ എന്താണ് പിക്ചറാണ് ഫോർമാറ്റ് പെയിൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. കട്ടിനാണെങ്കിൽ സിസേഴ്സ്, കോപ്പി ആണെങ്കിൽ 2 പേപ്പർ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ കോപ്പി ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പേസ്റ്റ് ക്ലിപ്ബോർഡിൻ്റെ ഒരു ഫോട്ടോയാണ്. അടുത്തത് ഫോർമാറ്റ് പെയിൻറ്റർ ഏത്? പെയിൻറ്റ് ബ്രഷ്. അപ്പോൾ ഫോർമാറ്റ് പെയിൻറ്റർ ലുക്സ് ലൈക്ക് ഏത് ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പെയിൻറ്റ് ബ്രഷ്. അപ്പോൾ എന്താണ് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നത്? സെലക്റ്റഡ് കണ്ടൻസ് ഫോർമാറ്റിംഗ് ഫ്രം ദ ഡോക്യുമെൻറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റിൻ്റെ ഫോർമാറ്റിങ്സ് മാത്രം എന്ത് ചെയ്യുന്നത്? കോപ്പി ചെയ്യുന്നതാണ് എന്തോന്ന്? ഫോർമാറ്റ് പെയിൻറ്റർ. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ടു കോപ്പി കോപ്പി ഫോർമാറ്റ് ഏതാണ്? Ctrl+Shift+C. കോപ്പി ഫോർമാറ്റ് കോപ്പി ചെയ്യാനായിട്ട് Ctrl+Shift+C. എന്താണ്? Ctrl+Shift+C. എന്നാൽ ടു പേസ്റ്റ് പേസ്റ്റ് ആകുമ്പോൾ ഏതാണ്? Ctrl+Shift+V. ഈ Ctrl+Shift മാത്രം പഠിച്ചു വെച്ചിരുന്ന കോപ്പി ചെയ്യുമ്പോൾ C, പേസ്റ്റ് ചെയ്യുമ്പോൾ V. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് പഠിക്കണ്ട. Ctrl+Shift, അതിനുശേഷം കോപ്പി ഫോർമാറ്റ് ആണെങ്കിൽ C, കോപ്പി ചെയ്യുമ്പോൾ C ആണല്ലോ. കോപ്പിയുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+C ആണല്ലോ. അപ്പോൾ കോപ്പി ഫോർമാറ്റ് ചെയ്യുമ്പോൾ Ctrl+Shift+Cയും പേസ്റ്റ് ഫോർമാറ്റ് വരുമ്പോൾ ഏതാണ്? Ctrl+Shift+V ആണ്. ഇഫ് യു ഹാവ് മൾട്ടിപ്പിൾ ഏരിയാസ് യു വാണ്ട് ടു ഫോർമാറ്റ്. നമ്മൾ ഈ ഫോർമാറ്റിംഗ് നമ്മൾ ഒന്നും കൂടി പറയാം. എന്താണ് ഈ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നത്? നമ്മളൊരു കണ്ടൻറ്റ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എടുക്കുന്നു. ടു സ്റ്റോപ്പ് ഫോർമാറ്റിംഗ് യൂസ് എസ്കേപ്പ് കീ എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് എടുത്തിട്ട് നമുക്കിതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ബോൾഡ് ചെയ്യാം, ഇറ്റാലിക് ചെയ്യാം, അണ്ടർലൈൻ കൊടുക്കുക. അങ്ങനെ എന്തെല്ലാം ഫോർമാറ്റിംഗ് ഇതിലും കൊടുക്കാൻ പറ്റുമോ ആ ഫോർമാറ്റിംഗ് എല്ലാം കൊടുക്കുക. അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈൽ മാറ്റാം, ഫോണ്ടിൻ്റെ സൈസ് മാറ്റാം. അങ്ങനെ എന്തൊക്കെ ഫോർമാറ്റിംഗ് നമുക്കിതിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോർമാറ്റിംഗ് മാത്രം കോപ്പി ചെയ്യുന്നത്, ഈ കണ്ടന്റ് കോപ്പി ചെയ്യുന്നില്ല, ഫോർമാറ്റിംഗ് മാത്രം കോപ്പി ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മൾട്ടിപ്പിൾ ഏരിയസിൽ, അതായത് നമ്മളൊരു ഡോക്യുമെൻ്റ് എടുത്തു, ഡോക്യുമെൻറ്റിൽ ഈ ഫോർമാറ്റിംഗ് അല്ല, നമുക്ക് എനിക്ക് ഒരു ഫസ്റ്റ് സെൻറ്റൻസിൽ ബോൾഡും ഇറ്റാലിക്കും അണ്ടർലൈനും ആക്കണം. അപ്പോൾ ഞാൻ ആ ഫോർമാറ്റിംഗ് ഒരെണ്ണത്തിൽ ചെയ്തു. അത് പിന്നെ പല സ്ഥലങ്ങളിൽ എനിക്ക് അത് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ ഓരോ സെൻറ്റൻസ് എടുക്കുന്നു, ബോൾഡ് ചെയ്യുന്നു, ഇറ്റാലിക് ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളത് കൂടുതൽ ടൈം അതിലേക്ക് നമ്മൾ വേസ്റ്റ് ചെയ്യണം. പക്ഷേ അതിന് പകരം നമ്മൾ ഈ ഫോർമാറ്റിംഗ് കോപ്പി ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ആണോ ഇത് വേണ്ടത് അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ ഫോർമാറ്റ് പെയിൻറ്റർ അടിച്ചാൽ മതി. നമുക്ക് എന്താണ് ആ ഫോർമാറ്റിംഗ് നമുക്ക് ആ ടെക്സ്റ്റിൽ അപ്ലൈ ആവുന്നു. നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസിൽ നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ദി ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ.
നമുക്ക് മൾട്ടിപ്പിൾ ടൈമിൽ നമുക്ക് മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്ക് ഈ ഫോർമാറ്റ് പെയിൻറ്റർ ഇത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡബിൾ ക്ലിക്ക് ദി ഫോർമാറ്റ് പെയിൻറ്റർ ഇത് സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് പെയിൻറ്ററിൽ പോവുക, അവിടെ ചെന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടു സ്റ്റോപ്പ് ഫോർമാറ്റിംഗ് യൂസ് എസ്കേപ്പ് കീ. അപ്പോൾ ഈ ഫോർമാറ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? എസ്കേപ്പ് കീ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഫോർമാറ്റ് പെയിൻറ്റർ? നമ്മളൊരു കണ്ടന്റിൽ ഫോർമാറ്റിംഗ് എന്തൊക്കെ ഫോർമാറ്റിംഗ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് വേറൊരു ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഫോർമാറ്റ് പെയിൻറ്റർ അതിൻ്റെ ഷോർട്ട് കട്ടാണ്. ടു കോപ്പി ഫോർമാറ്റ് ആണെങ്കിൽ എന്താണ്? Ctrl+Shift+C. പേസ്റ്റ് ഫോർമാറ്റ് ആണെങ്കിൽ Ctrl+Shift+V. ഒന്നുമില്ല, CV ഇത് രണ്ടും സെയിം തന്നെ, CV അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമുക്ക് ഈ ഫോർമാറ്റ് നമ്മളുടെ കണ്ടന്റിൽ അല്ലെങ്കിൽ നമ്മളെ ഡോക്യുമെന്റിൽ മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്കത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഫോർമാറ്റ് പെയിൻറ്ററിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്കത് മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്ക് ആ ഫോർമാറ്റ് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? എസ്കേപ്പ് കീ യൂസ് ചെയ്യണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. How to use format painter tool more than once? എന്താണ് how to use format painter tool more than once? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ക്ലിക്ക് ഓൺ ലോക്ക് ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ. ഓപ്ഷൻ ബി, ഡബിൾ ക്ലിക്ക് ഓൺ ദി ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ. ഓപ്ഷൻ സി, സെലക്ടിങ് എഡിറ്റ് ഫോർമാറ്റ് പെയിൻറ്റർ മൾട്ടിപ്പിൾ യൂസ്. ഓപ്ഷൻ ഡി, cannot use the format paint tool more than once. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡബിൾ ക്ലിക്ക് ഓൺ ദി ഫോർമാറ്റ് പെയിൻറ്റർ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഡബിൾ ക്ലിക്ക് ഓൺ ദി ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡബിൾ ക്ലിക്ക് ഓൺ ദി ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പിസ്റ്റിന് ചോദിച്ചതാണ്, 2019 ചോദിച്ചതാണ്. ഹൗ ടു യൂസ് ഫോർമാറ്റ് പെയിൻറ്റർ ടൂൾ മോർ ദാൻ വൺസ്? ഒന്നിൽ കൂടുതൽ തവണ ചെയ്യണമെങ്കിൽ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. എന്താണ് ചെയ്യേണ്ടത്? ഡബിൾ ക്ലിക്ക് ഓൺ ദി ഫോർമാറ്റ് പെയിൻറ്റർ. ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡബിൾ ക്ലിക്ക് ഓൺ ദി ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what does the format painter tool do in Microsoft Word 2007? What does format paint tool do in Microsoft Word 2007? Option A, changes the document's font size and style randomly. Option B, copies and pastes text within a document. Option C, copies the formatting from one part of the document and applies it into another. And option D, deletes the formatting from the selected content. അപ്പോൾ എന്താണ് എൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, copies the formatting from one part of the document and applies it into another. എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ ടൂൾ ഡു ഇൻ എന്താണ് ഫോർമാറ്റ് പെയിൻറ്ററിൻ്റെ യൂസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോപ്പീസ് ദ ഫോർമാറ്റിംഗ് ഫ്രം വൺ പാർട്ട്, ഒരു ഭാഗത്ത് നിന്ന് ഫോർമാറ്റിംഗ്, ഒരു ഭാഗത്ത് നിന്ന് ഡോക്യുമെന്റിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് അപ്ലൈസ് ടു അനദർ, വേറെ ഒന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് എന്തോന്ന് ഫോർമാറ്റ് പെയിൻറ്ററിന്റെ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ക്യാൻ ദ ഫോർമാറ്റ് പെയിൻറ്റർ ടൂൾ ബി ഫൗണ്ട് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2007? നമുക്ക് എവിടെ നിന്നാണ് ഈ ഫോർമാറ്റ് പെയിൻറ്റർ ടൂൾ നമുക്ക് എടുക്കുന്നത്? നമ്മൾ എവിടെ നിന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെ നിന്നാണ്? ഓപ്ഷൻ എ, ഹോം ടാബ്, ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, ഫോർമാറ്റ് പെയിൻറ്റർ. ഓപ്ഷൻ ബി, ഇൻസേർട്ട് ടാബ്, ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, ഫോർമാറ്റ് പെയിൻറ്റർ. ഓപ്ഷൻ സി, ഹോം ടാബ്, എഡിറ്റിംഗ് ഗ്രൂപ്പ്, ഫോർമാറ്റ് പെയിൻറ്റർ. ആൻഡ് ഓപ്ഷൻ ഡി, വ്യൂ ടാബ്, ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, ഫോർമാറ്റ് പെയിൻറ്റർ. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ഏതെടുക്കുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ എടുക്കുന്നത് ഹോം ടാബിൽ, ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ, ഫോർമാറ്റ് പെയിൻറ്റർ. എവിടെ നിന്നാണ്? ഹോം ടാബിൽ, ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ നിന്ന് ഫോർമാറ്റ് പെയിൻറ്റർ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which shortcut key are used to copy and paste formatting in Microsoft Word 2007 similar to the format painter functionality? Okay, അപ്പോൾ ഓപ്ഷൻ എ Ctrl+C and Ctrl+V. ഓപ്ഷൻ ബി Ctrl+Shift+C and Ctrl+Shift+V. ഓപ്ഷൻ സി Ctrl+Alt+C and Ctrl+Alt+V.
ആൻഡ് ഓപ്ഷൻ ഡി കൺട്രോൾ എക്സ് ആൻഡ് കൺട്രോൾ പി. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ യൂസ് ടു കോപ്പി ആൻഡ് പേസ്റ്റ് ഫോർമാറ്റിംഗ്. കോപ്പി ചെയ്യാനും പേസ്റ്റിനും ഏതാണ്? കോപ്പി ചെയ്യാൻ Ctrl+Cയും പേസ്റ്റ് ചെയ്യാൻ ഏതാണ്? Ctrl+V. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി, Ctrl+Shift+C ആൻഡ് Ctrl+Shift+V. ഏതാണ്? കോപ്പി ആൻഡ് പേസ്റ്റ് ഫോർമാറ്റിങ്സ് ആണ്. അത് ശ്രദ്ധിച്ചോണം, കോപ്പി ആൻഡ് പേസ്റ്റ് ഫോർമാറ്റിങ്സ് ആണ്. കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും അല്ല ചോദിച്ചിരിക്കുന്നത്. കോപ്പി ആൻഡ് പേസ്റ്റ് ഫോർമാറ്റിങ്സിൻ്റെ ഷോർട്ട് കട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏത്? Ctrl+Shift+Cയും. അത് കോപ്പി ഫോർമാറ്റിനും പേസ്റ്റ് ഫോർമാറ്റിന് Ctrl+Shift+Vയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡീആക്ടിവേറ്റ് ദ ഫോർമാറ്റ് പെയിൻറ്റർ ആഫ്റ്റർ അപ്ലൈയിങ് ഫോർമാറ്റിംഗ് ടു മൾട്ടിപ്പിൾ ഏരിയാസ്? ഹൗ ക്യാൻ യു ഡീആക്ടിവേറ്റ്? നമ്മൾ എങ്ങനെയാണ് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ എങ്ങനെയാണ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷനിലോട്ട് കിടക്കാം. ഓപ്ഷൻ എ, ക്ലിക്ക് ഓൺ ദ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ അഗെയിൻ. ഓപ്ഷൻ ബി, പ്രസ് ദി എസ്കേപ്പ് കീ. ഓപ്ഷൻ സി, ക്ലിക്ക് എനിവെയർ ഓൺ ദ റിബൺ. ക്ലിക്ക് എനിവെയർ ഓൺ ദ റിബൺ. ആൻഡ് ഓപ്ഷൻ ഡി, സേവ് ദി ഡോക്യുമെൻറ്റ്. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ് പറയുന്നത്? പ്രസ് ദ എസ്കേപ്പ് കീ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോർമാറ്റ് പെയിൻറ്റർ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രസ് എസ്കേപ്പ് കീ. നമുക്ക് മൾട്ടിപ്പിൾ ഏരിയാസിൽ നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ മതി, നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? എസ്കേപ്പ് കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.